ലളിത സഹസ്രനാമം ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ 1000 പേരുകൾ ഉൾക്കൊള്ളുന്ന ഒരു പൗരാണിക സ്തോത്രമാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമം മനോഹരമായി ചൊല്ലുകയും പഠിപ്പിക്കുകയും നിരവധി വേദികളിൽ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആലീസ് ഉണ്ണികൃഷ്ണൻ. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരുകയും വിവാഹശേഷം ഹൈന്ദവ ജീവിതക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആലീസ് ലളിതാ സഹസ്രനാമം പഠിക്കുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നു. ഞാൻ സംഗീതം മ്യൂസിക് കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ആളാണ്. അപ്പം ഞങ്ങൾ പഠിച്ച കീർത്തനങ്ങളൊക്കെ ഇതുപോലെ ഹിന്ദു ദൈവങ്ങളെ സ്തുതിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ അമ്പലത്തിൽ തന്നെ പോയേക്കാമെന്ന്. പക്ഷേ എനിക്ക് അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് എവിടെ തൊഴണം, എങ്ങനെയാണ് തൊഴേണ്ടത്, ഏത് ദൈവമാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഞാൻ സ്ഥിരമായിട്ട് പോകും, പ്രാർത്ഥിക്കും. എല്ലാവരും ചെയ്യുന്ന പോലെ എവിടെ തൊഴേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയി തൊഴും. പൊങ്കാല ഇടുന്ന ദിവസം പൊങ്കാല ഇടണമെന്നൊക്കെ പറഞ്ഞ് അന്ന് പൊങ്കാലയൊക്കെ ഇടും. അങ്ങനെ ഒരു കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ഷേത്രത്തിലൊരു പുനഃപ്രതിഷ്ഠ നടന്നു. ദേവിയുടെ വിഗ്രഹം സ്വർണത്തിൽ വാർത്ത് പഞ്ചലോഹത്തിൽ വാർത്ത് പ്രതിഷ്ഠിച്ചു. ഇപ്പം കണ്ണാടി ബിംബമായിരുന്നു. അതിൻ്റെ കൂടെ ഒരു പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ദേവപ്രശ്നം നടന്നു ഞങ്ങളുടെ ക്ഷേത്രത്തിൽ. താമരശ്ശേരി വിനോദ് പണിക്കരൻ വേറെ 2 ദൈവജ്ഞരൊക്കെ വന്നിട്ടാണ് ദേവപ്രശ്നം നടന്നത്. അപ്പോൾ ആ ദേവപ്രശ്നം നടന്ന സമയത്ത് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ആ വെള്ളിയാഴ്ചയിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഈ നാരങ്ങാ വിളക്ക് നടക്കും. അവിടെ ഉണ്ടോ? അത് ഉണ്ടല്ലേ. രാഹുവിൻ്റെ ദോഷത്തിന് വേണ്ടി നാരങ്ങാ വിളക്ക് എടുക്കുമായിരുന്നു. അപ്പം നാരങ്ങാ വിളക്ക് എടുക്കുന്ന ഒരു ദിവസം, അപ്പം അന്ന് ഈ ദേവപ്രശ്നം നടക്കുന്നതുകൊണ്ട് നാരങ്ങാ വിളക്ക് എടുത്തില്ല. അപ്പം ഞങ്ങൾ ഈ ദേവപ്രശ്നം കഴിഞ്ഞപ്പം സ്ത്രീകളോട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുക. അതിന് നമുക്ക് മറുപടി തരാമെന്ന് പറഞ്ഞ് ദൈവജ്ഞന്മാരെ 3 പേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അമ്മ എണ്ണീറ്റോട് ചോദിച്ചു, ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ പുരാതനമായൊരു ക്ഷേത്രമാണ്, ഇവിടെ അങ്ങനെ ഒരു ശീലമില്ലാതിരുന്നതാണ്, ഞങ്ങൾ നാരങ്ങാ വിളക്ക് ഇടയ്ക്ക് വെച്ച് ആരംഭിച്ചു. ഇപ്പം നാരങ്ങാ വിളക്ക് തുടർന്നുകൊണ്ട് പോകുന്നതുകൊണ്ട് വല്ല ദോഷമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നാരങ്ങാ വിളക്കിനേക്കാൾ അമ്മയ്ക്കിഷ്ടം, ഇവിടുത്തെ അമ്മയ്ക്കിഷ്ടം നിങ്ങൾ ചട്ടി വിളക്കില്ലേ, നമ്മൾ ഈ കാർത്തിക വിളക്കിന് കത്തിക്കുന്ന ആ വിളക്ക് വെച്ചിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലി അമ്മയെ സ്തുതിക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം. അമ്മ പഴയ ആളാ, അമ്മയ്ക്ക് ആ പഴയ രീതിയൊക്കെ മതി, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം, നാരങ്ങ വിളക്ക് വേണമെന്നില്ല. അപ്പം ശരി, ഞങ്ങളെല്ലാ സ്ത്രീകളും തീരുമാനിച്ചു. അടുത്ത വെള്ളിയാഴ്ച തൊട്ട് ഞങ്ങൾ നാരങ്ങ വിളക്ക് മാറ്റിയിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി. അപ്പം ആദ്യത്തെ ദിവസവും ഞാനാണ് അവിടെ ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പം ചൊല്ലാനായിട്ട് ബുക്കുകളൊക്കെ വാങ്ങിച്ചിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരക്ഷരം അറിയില്ല. ഇതെങ്ങനെ ചൊല്ലണം, ഇതെന്താണ് ഈ ചൊല്ലുന്നത്, ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം, ഇതെവിടെ നിർത്തണം, എവിടെ മുറിക്കണം, ഏതൊക്കെ വാക്ക് കൂട്ടിച്ചൊല്ലണം, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഭക്തൻ, ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആൾ, അദ്ദേഹം ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥം അടങ്ങിയ ഒരു ബുക്ക് എനിക്ക് കൊണ്ടെത്തുന്നു. അത് ഭാഗ്യത്തിനത് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ എഴുതിയ ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥമടങ്ങിയ ഒരു വലിയ ബുക്കായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അത്? അതെന്തോ ഭഗവതി എനിക്ക് കൊണ്ട് തന്നാണെന്ന് തോന്നുന്നു. പക്ഷെ അത് പഠിക്കുമ്പോഴൊന്നും നമ്മൾക്കൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. ഇത് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഓരോ നാമത്തിൻ്റെ പിന്നിലും ഓരോ തത്വമുണ്ട്. അതറിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ പൊരുൾ മനസ്സിലാകൂ. എന്തായാലും ഞാനിങ്ങനെ ചൊല്ലി കുറേ വർഷം, ഏതാണ്ട് 18 വർഷം, 19ാമത്തെ വർഷമാണ് ഇത്. ഈ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 19ാമത്തെ വർഷം. ഈ 18 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അമൃത TV ഒരു റിയാലിറ്റി ഷോ ചെയ്ത്, പാടാം നേടാം പണം നേടാം. അപ്പം ആ സമയത്ത് ഞാൻ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ജഡ്ജായിട്ടിരുന്നത് MG ശ്രീകുമാറായിരുന്നു. അപ്പം MG ശ്രീകുമാറും ഞാനും ചിത്രയൊക്കെ ഒരേ കാലഘട്ടത്തിലാണ് ഗാനമേള വേദികളിൽ പാടാൻ തുടങ്ങിയത്. അവരുടെ തലയിലെഴുത്ത് വേറെയായിരുന്നു, എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെയായി. പക്ഷെ ഞാനിപ്പോഴും ഞാനതിന് ഒരു ഭാഗ്യം എനിക്കുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഭഗവതിയുടെ നാമങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പറയാനുള്ളൊരു ഭാഗ്യം, ഒരു പ്രഭാഷകയായി മാറി. അതായിരിക്കും എൻ്റെ തലയിലെഴുത്ത്. ഞാൻ അതിനേക്കാൾ കൂടുതൽ ഇപ്പം ഇതാണ് ഇഷ്ടപ്പെടുന്നത്. അത് വേറൊരു വഴി. അപ്പം ഞാനിങ്ങനെ പാടിയപ്പം MG ശ്രീകുമാർ എന്നോട് ചോദിച്ചു, ഇപ്പോഴും ഈ പ്രായത്തിലും എങ്ങനെ ഇത് നന്നായിട്ട് പാടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എനിക്ക് പെട്ടെന്ന് എൻ്റെ വായിൽ വന്നതാണ്. ഒരുപക്ഷെ ഭഗവതി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നാണ് ഞാനിപ്പം വിചാരിക്കുന്നത്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ലളിതാ സഹസ്രനാമം ഒരു 10-18 വർഷമായിട്ട് ഇങ്ങനെ നിരന്തരം ചൊല്ലുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു ശക്തി ആയിരിക്കാം. അത് ഒരു നാമം ചൊല്ലൽ മാത്രമല്ല,
അതൊരു ഉപാസനയാണ്. അതല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ശ്വസനക്രിയ, നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പരിവർത്തനമാണ് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്നിങ്ങനെ പറഞ്ഞപ്പം അപ്പൊ എം ജി ശ്രീകുമാർ പറഞ്ഞു, ഇത് സംഗീതം പഠിക്കുന്ന ഓരോ വ്യക്തികൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാല് ഹിന്ദുക്കളായവർക്ക് മാത്രമല്ല, ഓരോ മതസ്ഥർക്കും, അത് ഇതിന്റെ അർത്ഥം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓരോ മതസ്ഥർക്കും വേണ്ടി എഴുതിയിട്ടുള്ളതല്ല ഇത്. ഇത് പ്രകൃതിയെ വർണ്ണിക്കുന്ന വർണ്ണനയാണ്. ഈ പ്രകൃതി തന്നെയാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഞാൻ പറയുന്നത് ഒരു ഇതിഹാസമാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി ഈ ഭഗവതിയെ അറിയാനും ഈ പ്രപഞ്ചത്തെ അറിയാനും നമ്മുടെ ജന്മത്തെ അറിയാനും നമ്മുടെ ശരീരത്തെ അറിയാനും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യമായതുകൊണ്ടാവാം എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ഈ ശബ്ദം നല്ല ശരീരമായിട്ട് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞപ്പം അവർക്കൊക്കെ ഭയങ്കര അതിശയം. പക്ഷെ ഞാൻ ആ പറഞ്ഞ വാക്കും അതിനോടൊപ്പം ഞാൻ ആ ധ്യാന ശ്ലോകം കൂടി ചൊല്ലി കേൾപ്പിച്ചു. വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗളേ സ്ഫുരത്താരാനായക ശേഖര സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം നളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മഭദ്രായ ദാക്ഷീം ഹേമാഭാംബീതവസ്ത്രാം കരകലിതലസദ്ഹേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാ സമന്തഹസിദേക്ഷണാം ശശരജാപഭാസാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമവാസുരാം ജപവിധൗ സ്മരേത് അംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണജാവാം അണിമാതിഭിരാവൃതാം മയൂഖൈരഹമിത്യേവ വിഭാവയദ്ഭവാനിം. കണ്ടോ, ധ്യാനശ്ലോകം ചൊല്ലിയപ്പോ തന്നെ എന്താ ഒരു എനർജി. അപ്പോഴീ 40 മിനിറ്റ് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തൊന്നും ഒരു ചലനം ഉണ്ടാകത്തില്ലെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങൾ ഇതിൽ തന്നെ നിമഗ്നരാണ്. ഞാനൊക്കെ കാണാതെ ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഊർജം ഉണ്ടല്ലോ, അത് ഒരു ദിവസം മുഴുവനും ആ ഊർജം നിലനിൽക്കും. വിഗ്രഹം സിന്ദൂരം പോലെ അരുണ വിഗ്രഹം ചുവന്ന രൂപമുള്ളവളെ, ത്രിനയനാം 3 കണ്ണുള്ളവളെ, മാണിക്യമൗളി സ്ഫുരത് മാണിക്യം മൗളിയിൽ ചൂടിയിരിക്കുന്നവളെ, താരാനായക ശേഖര താരാനായകനെ ചന്ദ്രനെ മുടിയിൽ ചൂടിയവളെ, സ്മിതമുഖീം ചിരിക്കുന്ന മുഖമുള്ളവളെ, ആപീനവക്ഷോരുഹാം ഉയർന്ന മാറിടമുള്ളവളെ, തന്റെ മക്കളെ മുഴുവനും സർവജീവജാലങ്ങൾക്കും കഴിക്കുവാനുള്ള സന്യം പേറി നിൽക്കുന്ന എന്റെ പ്രകൃതീശ്വരിയായ പരമേശ്വരി. പാണിഭ്യാം അളിപൂർണരത്ന ചഷകം, കൈകളിൽ വണ്ടുകളാർക്കുന്ന വണ്ട്, അളിപൂർണരത്ന ചഷകം രക്തോൽപലം ബിഭ്രതേ, വണ്ടുകൾ നിറഞ്ഞ രത്നകുംഭവും ചുവന്ന താമരപ്പൂവ്, രക്തോൽപലം എന്ന് പറഞ്ഞാൽ ചുവന്ന താമരപ്പൂവ്, ബിഭ്രതേം പിടിച്ചവളെ, സൗമ്യയായ രത്നഖടസ്ഥ രക്തചരണാം, രത്നകുംഭത്തിന്മേൽ കാലങ്ങോട്ട് ഉയർത്തി വെച്ചിട്ട് പരാമംബിക, അങ്ങനെ പരയായ അംബികയെ ഞാൻ ധ്യാനിക്കുമാറാകട്ടെ. ഞാൻ ധ്യാനിക്കുന്നു. എങ്ങനെയുള്ള പത്മാസനസ്ഥാം, പത്മം എന്ന ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ, വികസിതവദനാം വിടർന്ന മുഖമുള്ളവളെ, പത്മപത്ര ആയതാക്ഷീം, പത്മം താമര, പത്മപത്രം എന്ന് പറഞ്ഞാൽ താമരയുടെ ഇതൾ ആണ്ടോ. ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ആ ആംഗ്യം കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നല്ലതുപോലെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നുണ്ടെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇത്ര ഒരു നല്ലൊരു ഓഡിയൻസിനെ എനിക്ക് കിട്ടില്ല, എനിക്ക് സത്യം. പത്മപത്രായ, അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും.
പത്മപത്രായ ദാക്ഷിയും താമരയിതൾ പോലെ നീണ്ട കണ്ണുകളുള്ളവളെ, ഹേമ ആഭാം സ്വർണ്ണ നിറമുള്ളവളെ, പീതവസ്ത്ര മഞ്ഞ വസ്ത്രം ധരിച്ചവളെ, കരകലിതല സദ് ഹേമ പത്മംബരാംഗി കരങ്ങളിലേന്തിയ സ്വർണ്ണത്താമരയുള്ളവളെ, വര അംഗീം ശ്രേഷ്ഠമായ അംഗങ്ങളുള്ളവളെ, സർവ അലങ്കാരയുക്ത ഭൂലോകത്തിലുള്ള സർവ അലങ്കാരങ്ങളെ യുക്തമായി യോജിപ്പിച്ചിട്ടുള്ളവളെ, സതതം എല്ലായ്പ്പോഴും അഭയം നൽകുന്നവളെ, ഭക്തർ നമിക്കുന്നവളെ, ഭവാനിം ഭവാന്റെ ഭാര്യയായ ഭവാനിം ശ്രീവിദ്യാം ശ്രീയാകുന്ന വിദ്യയെ, ശ്രീവിദ്യാ മന്ത്രസ്വരൂപിണിയെ, ശാന്തമൂർത്തിം സകല സുരനുതാം സർവസമ്പത്പ്രദാത്രിയും, എല്ലാ ദേവന്മാരും വന്ദിക്കുന്ന, എല്ലാവർക്കും എല്ലാ ദാനങ്ങളെയും കൂടെ എല്ലാ ധനങ്ങളെയും നൽകുന്ന എന്റെ അമ്മേ, ഞാൻ നിന്നെ ധ്യാനിക്കുന്നു.